കണ്ണേട്ടന് ഞാൻ കൊള്ളില്ല. എനിക്കങ്ങനെ ആരോടും തിരിച്ചു പറയാനൊന്നും അറിയില്ല. പേടിയാ. കണ്ണു നിറച്ച് പറയുന്നവളെ കണ്ട് ചിരി വന്നെങ്കിലും അതവൻ കടിച്ചു പിടിച്ചു. നീ എനിക്ക് കൊള്ളില്ല എങ്കിൽ നീ എന്നെ ഡിവോഴ്സ് ചെയ്ത് ഞാൻ വേറെ കെട്ടട്ടെ. കേൾക്കാൻ ആഗ്രഹിക്കാത്തത് എന്തോ കേട്ടതുപോലെ സാക്ഷി സിദ്ധുവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഗൗരവം മാത്രം. എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടോ? ഞാൻ മറ്റൊരു കല്യാണം ആലോചിക്കട്ടെ എന്ന്. വേണ്ട. അതെന്താ വേണ്ടാത്തേ? എൻ്റെ മാത്രം. പരിഭവത്തോടെ പറയുന്നവളെ നോക്കി അറിയാതെ തന്നെ അവൻ ചിരിച്ചുപോയി. അപ്പോൾ പിന്നെ നീയല്ലേ പറഞ്ഞത് വേറെ കല്യാണം കഴിക്കാൻ നിനക്കെന്നെ വേണ്ട എന്ന്? അത് ഞാൻ വെറുതെ പറഞ്ഞതാ, എന്നോട് സ്നേഹമുണ്ടോ എന്നറിയാൻ. സച്ചു, ഇങ്ങോട്ട് നോക്കിയേ. സിദ്ധു പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് നീയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതിനി നമ്മുടെ വാവ വന്ന് കഴിഞ്ഞും അങ്ങനെ തന്നെയായിരിക്കും. അല്ലാതെ വാവയെ കിട്ടുമ്പോൾ നിന്നോടുള്ള സ്നേഹം കുറയില്ല. മനസ്സിലായോ? പിണക്കം മാറിയില്ലേ? മാറി. സിദ്ധു സച്ചുവിൻ്റെ അടുത്ത് ബെഡിലിരുന്നതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാരി. എനിക്ക് പേടിയാ കണ്ണേട്ടാ, എന്തെങ്കിലും പറ്റുമോ എന്ന്. ഡോക്ടർ കൂടി പറഞ്ഞില്ലേ ഒരുപാട് ശ്രദ്ധിക്കണമെന്ന്. പിന്നെ എന്നോട് ഒന്നും ചോദിക്കാതെ കണ്ണേട്ടൻ വീട്ടിൽ പോകാം എന്ന് പറഞ്ഞിറങ്ങിയപ്പോൾ വിഷമം വന്നു. എനിക്കറിയാം എനിക്ക് വേണ്ടിയാണ് ഒരാഴ്ച വീട്ടിൽ വന്ന് നിന്നതെന്നും ആരോടും എതിർത്തൊന്നും പറയാത്തത് എന്നും. പക്ഷേ എന്തോ പെട്ടെന്ന് എനിക്ക് അങ്ങനെയൊക്കെ പറയാനാണ് തോന്നിയത്. എന്നോട് ദേഷ്യമുണ്ടോ? നിന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് സങ്കടം വന്നു എനിക്ക്. നീ എന്നെ അത്രമാത്രമാണോ മനസ്സിലാക്കിയത് എന്നൊക്കെ തോന്നി. പിന്നെ ഫോണിൽ നിന്ന് ഒരു ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന് കയറുന്നതിന് മുൻപ് സൈലൻ്റ് ആക്കിയതാണ്. പിന്നെ ഓണാക്കാൻ മറന്നുപോയി. കോളൊന്നും കണ്ടതുമില്ല. ഒരു പാവം പെണ്ണ് വയ്യാതെ വീട്ടിലുണ്ട് എന്നറിയാമല്ലോ. എനിക്കെന്തെങ്കിലും അത്യാവശ്യം വന്നിരുന്നെങ്കിലോ? ഫോൺ സൈലൻ്റ് ആക്കിയാൽ ഏട്ടനറിയോ? ചുണ്ടുകുറിപ്പിച്ച പരിഭവത്തോടെയാണ് പെണ്ണത് പറഞ്ഞതെങ്കിലും സിദ്ധു അപ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചത്. ശരിയാണ്, അവൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ താൻ അറിയില്ല അത്. സോറി പൊന്നെ, ഇനി ഞാൻ ഫോൺ സൈലൻറ്റിൽ ഇടില്ല. ഒരു അബദ്ധം ഏത് പോലീസുകാരനും പറ്റും. നീയൊന്ന് ക്ഷമിക്കേ. ഞാൻ ക്ഷമിക്കാം. പക്ഷേ തിരിച്ചു പോകുമ്പോൾ എനിക്കൊരു വലിയ പാക്കറ്റ് മിൽക്കി ബാർ വാങ്ങിത്തരുമോ? അതെന്താ, ഡയറി മിൽക്ക് നീ ഡിവോഴ്സ് ചെയ്തോ? അതിപ്പോൾ ബേബിക്ക് മിൽക്കി ബാർ കഴിക്കാനാണ് തോന്നുന്നത്. വയറിൽ കൈവച്ചൊരു കള്ളച്ചിരിയോടെ സച്ചു പറഞ്ഞതും സിദ്ധു അവളെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. പിന്നീടുള്ള ദിവസങ്ങളെല്ലാം വലിയ വ്യത്യാസമില്ലാതെ തന്നെ കടന്നുപോയി. 4 മാസമായപ്പോൾ തന്നെ സാക്ഷിക്ക് ചെറുതായി വയറൊക്കെ വന്നു. ഓഫീസ് വിട്ട് വന്നാൽ പിന്നെ സിദ്ധുവിന് കുഞ്ഞിനോട് വിശേഷം പറച്ചിലാണ് ജോലി. ബോഡി ഗാർഡായി വിച്ചുവും. നാളെ നിങ്ങൾ കോളേജിൽ പോകണ്ട, രാവിലെ എൻ്റെ കൂടെ ഓഫീസിൽ വരണം, കേട്ടല്ലോ? ഒരു ദിവസം ഓഫീസിൽ നിന്ന് വന്ന ഉടനെ സിദ്ധു പറഞ്ഞത് കേട്ട് കാര്യം മനസ്സിലാകാതെ സാക്ഷിയും വിച്ചുവും തമ്മിൽ നോക്കിയപ്പോൾ സിദ്ധു തന്നെ ബാക്കി പറഞ്ഞു. നാളെ ഓഫീസിൽ ഒരു ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് ഉണ്ട്, അതിൽ നിങ്ങളും വേണം. ഓഫീസിലെ മീറ്റിങ്ങിന് എന്തിനാ കണ്ണാപ്പി ഞങ്ങൾ വരുന്നത്? അതിന് നീ മാത്രം പോരെ? എൻ്റെ മാത്രമല്ല, മംഗലത്ത് ഗ്രൂപ്പ്. എന്നെപ്പോലെ തന്നെ അവകാശം നിങ്ങൾക്കുമുണ്ട്. നാളെ നിങ്ങൾ 2 പേരും എൻ്റെ ഒപ്പം വേണം. അത്ര അത്യാവശ്യമാണ്. അത് കഴിഞ്ഞ് ഒന്നിനും ഞാൻ നിങ്ങളെ 2 പേരെയും ഫോഴ്സ് ചെയ്യില്ല. സ്വന്തം ഇഷ്ടത്തിന് വരാം കമ്പനിയിൽ. നാളെ നമുക്ക് ഒരുമിച്ച് പോകാം രാവിലെ, കേട്ടല്ലോ? അവസാനമായി സിദ്ധു പറഞ്ഞതും 2 പേരും അത് സമ്മതിച്ചു. എന്തിനാ അമ്മാളു ഹിറ്റ്ലർ ഇന്ന് നമ്മളോട് നാളെ ഓഫീസിൽ വരണമെന്ന് ഓർഡർ ഇട്ടത്? അല്ലെങ്കിൽ തന്നെ ഈ കമ്പനിക്കാര്യം കേൾക്കുന്നത് എനിക്കിഷ്ടയല്ല. നിനക്ക് എന്താ വിച്ചു ഓഫീസ് കാര്യങ്ങൾ ഇത്ര അലർജി? നിനക്കും കണ്ണേട്ടനെ ഒന്ന് സഹായിച്ചൂടെ? പിന്നെ നാളത്തെ കാര്യം എന്താ എന്ന് എനിക്കും അറിയില്ല. എത്ര ചോദിച്ചിട്ടും എന്നോട് പറയുന്നുമില്ല. എനിക്ക് അലർജിയൊന്നുമല്ല അമ്മാളു, എന്തോ മനസ്സിനൊരു സന്തോഷമില്ല അവിടെ ചെല്ലുമ്പോൾ. അച്ഛൻ തുടങ്ങിയതാണ്. പക്ഷേ കമ്പനി ഇന്നത്തെ അവസ്ഥയിലായത് ഏട്ടൻ കാരനല്ലേ. പിന്നെ എനിക്കതിലൊന്നും താല്പര്യമില്ല. MBA കഴിഞ്ഞ് നോക്കാം കമ്പനി. ഇപ്പോൾ കണ്ണാപ്പിയുടെ കൂടെ ചെറുതായി സഹായമൊക്കെ ഞാൻ ചെയ്യാറുണ്ടല്ലോ. നിന്റെ ചേട്ടനുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ. ഇനി ഇങ്ങനത്തെ വലിയ ഡയലോഗൊന്നും വേണ്ട വിച്ചു. ഇനി പറഞ്ഞ് ഞാൻ കണ്ണേട്ടനോട് പറഞ്ഞു കൊടുക്കും. പിന്നെ മറ്റേ കാര്യം കണ്ടുപിടിക്കാൻ എന്താ ഒരു വഴി? നീയൊന്ന് ആലോചിക്കേ, ഞാനും ആലോചിക്കാം. രാവിലെ ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങിയ സിദ്ധുവിനെ കണ്ട് സാക്ഷിയും വിച്ചുവും കണ്ണുമിഴിച്ചു നിന്നു. ഒരു ബ്ലൂ ജീൻസും ബ്ലൂ ഷർട്ടും അതിൻ്റെ കൂടെ ബ്ലാക്ക് ഡെനിം ജാക്കറ്റും ചെവിയിൽ വെച്ച എയർപോഡും കൂളിംഗ് ഗ്ലാസും എല്ലാം കൂടി ആര് കണ്ടാലും ഒരു നോക്കുന്ന എലഗൻറ്റ് ലുക്കായിരുന്നു അവന്. ഒരു സിമ്പിൾ ബ്ലാക്ക് കളർ ഗൗൺ മോഡൽ സൽവാർ ആയിരുന്നു സാക്ഷിയുടെ ഡ്രസ്സ്.
വിച്ചു പിന്നെ എപ്പോഴത്തെയും പോലെ സച്ചുവിന് മാച്ചിങ് ബ്ലാക്ക് ഷർട്ടും ജീൻസും. കന്നാസും കടലാസും എവിടെ പോകാനാണെങ്കിലും ഒരുപോലത്തെ ഡ്രസ്സ്. എൻ്റെ കൊച്ചു വന്ന് കഴിയുമ്പോഴെങ്കിലും ഇതിനൊരു മാറ്റം വരുവോടെ? ബേബി വന്ന് കഴിയുമ്പോൾ പിന്നെ ഞാനും മമ്മാളും ബേബിയും സെയിം കളർ ഡ്രസ്സായിരിക്കും. വേണമെങ്കിൽ കണ്ണാപ്പി കൂടി ജോയിൻ ചെയ്തു. ഞാൻ തൽക്കാലം ജോയിൻ ചെയ്യുന്നില്ല. പിന്നെ ഈ സ്നേഹമൊക്കെ സ്വന്തമായൊരു കല്യാണം കഴിഞ്ഞിട്ടും കണ്ടാൽ മതി. ഇനി വരുന്ന പെണ്ണിനെ നീ ഇങ്ങനെ സച്ചുവിൻ്റെ കൂടെ നടക്കുന്നത് ഇഷ്ടമായില്ലെങ്കിലോ? തമാശ പോലെ സിദ്ധു പറഞ്ഞതും സാക്ഷിയുടെ കണ്ണ് നിറഞ്ഞു. ഒന്നും മിണ്ടാതെ കണ്ണ് നിറച്ച് നിൽക്കുന്നവളെ കണ്ട് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്ന പോലെ വിച്ചു സിദ്ധുവിനെ തുറിച്ചു നോക്കി. എന്തിനാ കണ്ണാപ്പി ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയുന്നത്? ഇനി ആരൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നാലും ഏട്ടൻ എപ്പോഴും ഏട്ടൻ തന്നെയാണ്. ഏട്ടത്തി അമ്മയ്ക്ക് പകരം മറ്റാരും ആ സ്ഥാനത്ത് വരില്ല. പിന്നെ ലൈഫ് പാർട്ട്ണറെ ഒരു സുപ്രഭാതത്തിൽ സെലക്ട് ചെയ്യുന്നതല്ലല്ലോ, പരസ്പരം നന്നായി മനസ്സിലാക്കിയല്ലേ. ഇപ്പോൾ എന്തായാലും എനിക്ക് കല്യാണത്തിനുള്ള പ്രായമായിട്ടില്ല. ഇനി കല്യാണപ്രായമാകുമ്പോൾ ഞാൻ പറയാം എനിക്കിഷ്ടപ്പെട്ട ആളെ. എന്തായാലും നന്നായി മനസ്സിലാക്കാതെ കല്യാണം കഴിഞ്ഞ് മനസ്സിലാക്കുന്ന നമ്മുടെ നാടിൻ്റെ സംസ്കാരം അറേഞ്ച്ഡ് മാരേജ്, ആ പരിപാടിക്ക് എന്തായാലും വിഷ്ണുവിനെ കിട്ടില്ല. എന്നെ മനസ്സിലാക്കുന്ന ഒരുത്തി മതി എനിക്ക്. അപ്പോൾ അവൾക്ക് മനസ്സിലാകും എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കുമുള്ള സ്ഥാനം എന്താ എന്ന്. ഇനി എൻ്റെ അമ്മാളുവിനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യം പറഞ്ഞ് കരയിപ്പിച്ചാൽ കണ്ണാപ്പിക്ക് എൻ്റെ കയ്യിൽ നിന്ന് നല്ല അടി കിട്ടും. ഞാനാണേ സത്യം. വിച്ചു ടെററായതും സിദ്ധൂരു അവിഞ്ഞ ചിരി ചിരിച്ച് എസ്കേപ്പായി. ഇനി ആവശ്യമില്ലാത്ത കാര്യം ആലോചിച്ച് ഇങ്ങനെ കണ്ണു നിറയാൻ നിന്ന ഞാൻ മിണ്ടില്ല അമ്മാളു. എന്ത് പറഞ്ഞാലും ഉടനെ കണ്ണീർ വരും. സ്വന്തമായി ഒരു വാട്ടർ ടാങ്ക് കൂടെ കൊണ്ടു നടക്കുക. എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ? ഇനി കരഞ്ഞാലുണ്ടല്ലോ. വിച്ചു ദേഷ്യപ്പെട്ടതും സാക്ഷി ഒന്നും സംസാരിക്കാതെ നിന്നു. ഇനി അതിനും വിഷമിച്ച് നിൽക്കണ്ട. ഞാൻ തമാശ പറഞ്ഞതൊന്നുമല്ല. ഇനി ഇങ്ങനെ സെൻറ്റി ആകരുത്. പെൺകുട്ടികളാണെങ്കിൽ കുറച്ചൊക്കെ ബോൾഡാകാം, ഇത്ര ഇമോഷണൽ ആകരുത്. നീ നമ്മുടെ ആദി ചേച്ചിയെ കണ്ടിട്ടില്ലേ? ചേച്ചി എന്ത് സ്മാർട്ടാണ്. കിച്ചു ചേട്ടൻ എന്താടി എന്ന് ചോദിച്ചാൽ ചേച്ചി തിരിച്ച് എന്താടാ എന്ന് ചോദിക്കും. അതുപോലെ ആയിരിക്കണം അമ്മാളു. കണ്ണാപ്പി ആണെങ്കിൽ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ്, അമ്മാളു ആണെങ്കിൽ തൊട്ടാവാടി. നിങ്ങളുടെ രണ്ടിൻ്റെയും ഇടയിൽ ഞാനും. എന്തായാലും ഓഫീസിൽ പോകാൻ ഇറങ്ങിയതല്ലേ, വാ പോകാം. പിന്നെ നന്നായി സൂക്ഷിച്ച് നടക്കണേ അവിടെ എത്തിയാൽ. അമ്മയെപ്പോലെ ഒരു ലോഡ് ഉപദേശം കൊടുത്ത് കൂടെ നടക്കുന്നവനെ കണ്ട് അവൾക്കൊരു വേള അവനോട് ബഹുമാനം തോന്നിപ്പോയി. ഒരേ സമയം ഏട്ടത്തിയമ്മ എന്ന ബഹുമാനവും അടുത്ത നിമിഷം കൂട്ടുകാരിയോടുള്ള സ്നേഹവും. പ്രഗ്നൻ്റ് ആയതിനു ശേഷം പിന്നെ കോളേജിൽ നിന്ന് വന്നാൽ വിച്ച് വീട് വിട്ട് കളിക്കാൻ പോലും ഇപ്പോൾ പോകാറില്ല എന്ന് തോർത്തപ്പോൾ അവൾക്ക് സന്തോഷവും വിഷമവുമൊക്കെ വന്നു. തനിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ആലോചിക്കുമ്പോൾ സന്തോഷവും, താൻ കാരണമാണ് അവന് സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ വിഷമവും. ചെറിയ വയറും താങ്ങി സിദ്ധുവിൻ്റെ കൈ പിടിച്ച് കയറി വരുന്ന സാക്ഷി ഓഫീസിലെ സ്റ്റാഫിനെല്ലാവർക്കും ഒരു അത്ഭുതം തോന്നി. കല്യാണം കഴിഞ്ഞിട്ട് ഒരു തവണ മാത്രമാണ് സാക്ഷി ഓഫീസിലേക്ക് വന്നത്. സാക്ഷിയുടെ കൈപിടിച്ച് തന്നെ നടക്കുന്ന വിച്ചുവിനെ കണ്ട് അവിടെയുള്ള എല്ലാ പിടക്കോഴികളും തലപൊക്കിയെങ്കിലും വിച്ചുവിൻ്റെ ശ്രദ്ധ മുഴുവൻ സാക്ഷി നടക്കുന്നതിലായിരുന്നു. അത് കാണെ അവിടെയുള്ളവർക്ക് ബഹുമാനവും ആരാധനയും എല്ലാം അവനോട് തോന്നിപ്പോയി. ക്യാബിനിൽ വിച്ചുവിനെയും സച്ചുവിനെയും ഇരുത്തിയിട്ട് ഇറങ്ങിപ്പോയ സിദ്ധു തിരിച്ചു വന്നത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. സച്ചു, നീ ഓക്കെ അല്ലേ? ചെറിയൊരു ക്ഷീണം, അല്ലാതെ കുഴപ്പമൊന്നുമില്ല കണ്ണേട്ടാ. ആ, ഇപ്പോൾ നമുക്കൊരു മീറ്റിംഗ് ഉണ്ട് കോൺഫറൻസ് റൂമിൽ. നിങ്ങൾ രണ്ടുപേരും എൻ്റെ ഒപ്പം വേണം. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പറയണം, കേട്ടല്ലോ? സിദ്ധു പറഞ്ഞതും സാക്ഷി സമ്മതം പോലെ തലയാട്ടി. കോൺഫറൻസ് റൂമിലേക്ക് കയറിയ സാക്ഷി ഒരു വേള എന്ത് ചെയ്യണമെന്നറിയാതെ മുന്നിലിരിക്കുന്നവരെ നോക്കി. ആയുഷും കുടുംബവും, പിന്നെ സാക്ഷിയുടെ അച്ഛനും അമ്മയും ദീക്ഷിതും അർപ്പിതയും. സാക്ഷിയെയും സിദ്ധുവിനെയും ഒരുമിച്ച് അവിടെ കണ്ട മറ്റുള്ളവരുടെയും അവസ്ഥ അതുതന്നെയായിരുന്നു.